Hi students, welcome. നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം അക്കൗണ്ടിങ് ടേംസിനെ പറ്റിയിട്ട്. അപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് ടേംസിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ റിമൈനിങ് ടേംസ്. സോ ലെറ്റ്സ് മൂവ് ടു ദാറ്റ്. Okay, the first term here it is receipts. Receipts are the cash received in the business. ഇപ്പോൾ ഓർഗനൈസേഷനിൽ റിസീവ് ചെയ്തിരിക്കുന്ന ക്യാഷിനെയാണ് എന്ത് വിളിക്കുന്നത്, റെസീപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ റെസീപ്റ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് റവന്യൂ റെസിപ്റ്റ്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ്, എന്താണ് റവന്യൂ റെസിപ്റ്റ് നോക്കാം. റവന്യൂ റെസിപ്റ്റ്സ് ആർ ദോസ് റെസിപ്റ്റ്സ് വിച്ച് ആർ ഒക്കേർഡ് ബൈ നോർമൽ ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ്. അതായത് ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നോർമൽ ആക്ടിവിറ്റീസിൽ നിന്ന് ബിസിനസ് ഏൺ ചെയ്യുന്ന റെസിപ്റ്റിനെയാണ് അല്ലെങ്കിൽ ക്യാഷിനെയാണ് എന്ത് വിളിക്കുന്നത്, റവന്യൂ റെസിപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എക്സാമ്പിളായിട്ട് യു ക്യാൻ സി മണി റിസീവ്ഡ് ബൈ ദ സെയിൽ ഓഫ് ബിസിനസ് പ്രൊഡക്ട്സ്. അല്ലേ, ഒരു ഓർഗനൈസേഷൻ അവരുടെ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന മണി എന്ന് പറയുന്നത് റവന്യൂ റെസിപ്റ്റ് ആണ്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ റെസിപ്റ്റ്. ക്യാപിറ്റൽ റെസിപ്റ്റ് ആർ ദോസ് റെസിപ്റ്റ്സ് വിച്ച് ആർ റിക്വയർഡ് ബൈ അതർ ദാൻ ബിസിനസ് ഓപ്പറേഷൻസ്. അപ്പോൾ ബിസിനസ് ഓപ്പറേഷൻസിലൂടെ മാത്രമല്ല ഒരു ബിസിനസ്സിന് റെസിപ്റ്റ്സ് വരുന്നത്, മറ്റ് ആക്ടിവിറ്റീസിൽ നിന്നും വരുന്ന റെസിപ്റ്റ്സിനെ ഇൻകത്തിനെ നമുക്ക് എന്ത് വിളിക്കാം, ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് വിളിക്കാം. ലൈക്ക് ഇപ്പോൾ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ വരുന്ന മണി, അല്ലെങ്കിൽ എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ഒരു ഗെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എന്തിൽ വരുന്നതാണ്, ക്യാപിറ്റൽ റെസിപ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ എക്സ്പെൻസസ്. കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഫോർ ഏണിംഗ് റവന്യൂ ആർ എക്സ്പെൻസസ്. റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന മണി, അതിനാണ് എന്ത് വിളിക്കുന്നത്, എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഫോർ ഏണിംഗ് റവന്യൂ. ഓക്കെ, ഇപ്പോൾ റെൻറ്റ്, വേജസ്, സാലറി, ഇൻട്രസ്റ്റ് പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ് ഇതെല്ലാം എന്തിൽ വരുന്നതാണ്, എക്സ്പെൻസസ് എന്ന് വിളിക്കുന്നു. എക്സ്പെൻസസ് എന്നുള്ള ടേമിൽ വരുന്നതാണ്. ഓക്കെ, സോ ദീസ് ആർ ദ കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഫോർ ഏണിംഗ് റവന്യൂ. റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകേർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം എക്സ്പെൻഡിച്ചർ. എന്താണെന്ന് നോക്കാം. സ്പെൻഡിങ് മണി ഓർ ഇൻകറിങ് എ ലയബിലിറ്റി ഫോർ അക്വയറിങ് അസറ്റ്സ്, ഗുഡ്സ് ഓർ സർവീസ് ഇസ് കോൾഡ് എക്സ്പെൻഡിച്ചർ. അല്ലേ, അക്വയറിങ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം സ്പെൻഡ് ചെയ്യുന്ന മണി, അതിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, എക്സ്പെൻഡിച്ചർ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെ നമുക്ക് എക്സ്പെൻഡിച്ചറിനെ ക്ലാസിഫൈ ചെയ്യാം? റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, deferred revenue expenditure. So first one, revenue expenditure. It's the amount spent to purchase goods and services that are used during an accounting period. Okay, ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ റെൻറ്റ് പേയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, കമ്മീഷൻ പേയ്മെൻറ്റ് ഇതെല്ലാം അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് വരുന്ന ആ അക്കൗണ്ടിങ് പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. നോർമലി അക്കൗണ്ടിങ് പീരീഡ് നമുക്കറിയാം 1 ഏപ്രിൽ ടു 31 മാർച്ച്. അപ്പോൾ ആ ഒരു പീരീഡിനുള്ളിൽ ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ വരുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ഈ ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇസ് റിസീവ്ഡ് ഫോർ മോർ ദാൻ 1 ഇയർ. ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അപ്പുറത്തേക്കും, ബിയോണ്ട് ദാറ്റ് അക്കൗണ്ടിങ് പീരീഡ്, ഇഫ് ദ ബെനിഫിറ്റ് ക്യാൻ ബി received, that means benefit can be felt in an organization, such type of expenditure is for capital expenditure. അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത്. ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഇറ്റ്സ് ഫോർ ലോങ് ടേം പർപ്പസ്. അല്ലേ, അപ്പോൾ ആ ഒരു ഫിക്സ്ഡ് അസറ്റ് കൊണ്ട് ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻഡിങ് വിത്ത് 1 ഇയർ. ഓക്കെ, സോ ഫോർ മോർ ദാൻ 1 ഇയർ ഇറ്റ് ക്യാൻ ബി യൂസ്ഫുൾ. അപ്പോൾ അങ്ങനെ മോർ ദാൻ 1 ഇയറിലേക്ക് യൂസ്ഫുൾ ആവുന്ന ഫിക്സ്ഡ് അസറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ തേർഡ് കാറ്റഗറി, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അതിൽ ഫസ്റ്റ് അതിൻ്റെ എക്സാമ്പിൾ തന്നെ ഞാൻ പറയാണ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. അഡ്വർടൈസ്മെൻറ്റ്, അപ്പോൾ ഒരു കമ്പനി അവരുടെ പ്രോഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പബ്ലിക് കാണുന്നത് മുതൽ എത്ര നാൾ ആ ഒരു പ്രൊഡക്റ്റിൽ അഡ്വർടൈസ്മെൻറ്റിന് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല.
So it maybe that means 1 year alla, 2 year alla, 3 year alla, 10 years and more than 10 years അതിൻ്റെ ബെനിഫിറ്റ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായി എന്ന് വരാം. ഓക്കെ, അപ്പം അങ്ങനെ വളരെ വെരി വെരി ലോങ് ടേം ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടെങ്കിൽ such type of expenditure is known as what? Deferred revenue expenditure. That's why there are certain expenditures which are revenue in nature but benefit of which is derived over number of years. ഇപ്പോൾ revenue nature expense ആണ്, പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ് ഒരു പർട്ടിക്കുലർ ഇയറിനുള്ളിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ പ്രത്യേകത. സോ ഇറ്റ് ഇസ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, പ്രോഫിറ്റ്, the excess of revenues over its related expenses during an accounting year. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു പർട്ടിക്കുലർ ഇയർ എൻഡിങ്ങിൽ ടോട്ടൽ റവന്യൂസും ടോട്ടൽ എക്സ്പെൻസസും കമ്പയർ ചെയ്യുമ്പോൾ റവന്യൂസ് കൂടുതലും എക്സ്പെൻസസ് കുറവും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അവിടെ എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ട്. സോ ദെർഫോർ നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം? പ്രോഫിറ്റ് ഈക്വൽ റവന്യൂ മൈനസ് എക്സ്പെൻസസ്, ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻസസ്. ഓക്കെ, ദെൻ ഗെയിൻ, എ നോൺ റീകറിങ് പ്രോഫിറ്റ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്, പക്ഷേ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിന്ന് വരുന്ന പ്രോഫിറ്റിനെ അല്ല ഇവിടെ ഗെയിൻ എന്ന് പറയുന്നത്. വളരെ ഇൻസിഡൻ്റലായിട്ട് റെയറായിട്ട് സംഭവിക്കുന്ന ട്രാൻസാക്ഷൻ, അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റിനെയാണ് നമ്മളിവിടെ വിളിക്കുന്നത് എന്ത്? ഗെയിൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുന്നു അല്ലേ? ഒരു ഓർഗനൈസേഷൻ ഫിക്സഡ് അസറ്റ് കുറേ നാൾ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം? സെയിൽ ചെയ്യാം. അങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആവാം, ലോസ് ആവാം. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ വരുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരിക്കും? ഗെയിൻ എന്നായിരിക്കും. ഓക്കെ, പക്ഷേ ഈ അസറ്റ് സെയിൽ ചെയ്യുക എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഒരു ഓർഗനൈസേഷനിൽ അല്ലേ, വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ നോൺ റിപ്പീറ്റിംഗ് ആയിട്ട് വളരെ റെയർ ആയിട്ട് വരുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗെയിൻ എന്ന് വിളിക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ലോസ്. പ്രോഫിറ്റിൻ്റെ ജസ്റ്റ് റിവേഴ്സ് കോൺസെപ്റ്റാണ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലോസ് എന്ന് പറയുമ്പോൾ എന്താ? കമ്പാരിസൺ ബിറ്റ്വീൻ എക്സ്പെൻസസ് ആൻഡ് റവന്യൂ. ഓക്കെ, പക്ഷെ അവിടെ എങ്ങനെയായിരിക്കും? എക്സ്പെൻസസ് കൂടുതലാണ് പക്ഷെ റവന്യൂസ് കുറവാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഓർഗനൈസേഷനിൽ വന്നാൽ അവിടെ എന്തായിരിക്കും? ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, goods, the products in which the business deal in. അതായത് ബിസിനസ് ഡീൽ ചെയ്യുന്ന പ്രൊഡക്ട്സിനെയാണ് എന്ത് പറയുക? ഗുഡ്സ് എന്ന് പറയുന്നത്. എന്താണ് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണോ ആ പ്രൊഡക്റ്റിനെ ജനറലി ഇവിടെ യൂസ് ചെയ്യുന്ന ടേമാണ് ഗുഡ്സ്. ഓക്കെ, ദ ഐറ്റംസ് ദാറ്റ് ആർ പർച്ചേസ് ഫോർ ദ പർപ്പസ് ഓഫ് റീസെയിൽ ആൻഡ് നോട്ട് ഫോർ യൂസ് ഇൻ ദ ബിസിനസ് ആർ കോൾഡ് ഗുഡ്സ്. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് അത്. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷനിൽ പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് അത് it's for resale and not for their own use. Resale ന് വേണ്ടിയിട്ടാണ്. So it may be raw material, it may be semi finished goods, whatever it is not for their own consumption but for resale അല്ലേ? അതൊരു മറ്റൊരു പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് ഇവിടെ എന്ത് വിളിക്കുന്നത്? ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നൗ പർച്ചേസസ്. ദ ടേം പർച്ചേസസ് ഇസ് യൂസ്ഡ് only for the goods procured by business for resale. See, ഒരു ഓർഗനൈസേഷനിൽ പർച്ചേസസ് എന്ന് പറയുമ്പോൾ ജനറലി പർച്ചേസസ് പലതുണ്ട്. പർച്ചേസ് ഓഫ് അസറ്റ് അല്ലേ, പർച്ചേസ് ഓഫ് ഗുഡ്സ് അല്ലേ. അപ്പോൾ മെയിൻലി ഇവിടെ പർച്ചേസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഗുഡ്സിനെയാണ് ഇവിടെ പർച്ചേസസ് എന്നുള്ള ടേമിൽ പറയുന്നത്. ഓൺലി ഫോർ ദ ഗുഡ്സ് പ്രൊക്യൂർഡ് ബൈ എ ബിസിനസ് ഫോർ റീസെയിൽ. അതായത് ഓർഗനൈസേഷൻ റീസെയിലിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ ഒരു പർച്ചേസസ് എന്നുള്ളൊരു ടേമിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇൻ കേസ് ഓഫ് ട്രേഡിംഗ് കൺസേൺ ഇറ്റ് ഈസ് പർച്ചേസ് ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് ഇൻ മാനുഫാക്ചറിങ് കൺസേൺ ഇറ്റ് ഈസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ അതൊരു ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ ഫൈനൽ ഗുഡ്സ് ആയിരിക്കും പർച്ചേസസ് എഴുതുന്നത്. ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ അവിടെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിനെ ആയിരിക്കും പർച്ചേസസ് എന്ന് പറയുന്നത്. ഓക്കെ, പർച്ചേസസ് മേ ബി ക്യാഷ് പർച്ചേസ് ഓർ ക്രെഡിറ്റ് പർച്ചേസ്. അതായത് ക്യാഷ് ഇമ്മീഡിയറ്റ് ആയിട്ട് പേ ചെയ്ത് നടത്തുന്ന അങ്ങനെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്യാഷ് പർച്ചേസസ് എന്ന് വിളിക്കും. ഒരു ലേറ്റ് പീരീഡിൽ പേയ്മെൻറ്റ് നടത്താം അങ്ങനെയുള്ളൊരു പ്രോമിസിലാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ക്രെഡിറ്റ് പർച്ചേസസ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ എന്തിൽ പറ്റത്തില്ല? ഈ പർച്ചേസസ് എന്നുള്ള കാറ്റഗറിയിൽ വരില്ല. ഓക്കെ, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് എന്തുദ്ദേശിക്കുന്നത്? പർച്ചേസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, purchase return.
അപ്പോൾ പർച്ചേസ് ചെയ്ത പ്രൊഡക്ട്സ് റിട്ടേൺ ചെയ്യുവാണ്, സപ്ലയേഴ്സിന് റിട്ടേൺ ചെയ്യുവാണെങ്കിൽ അത് കമ്പനി എന്തെഴുതും, എന്ത് പറഞ്ഞിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യുക? പർച്ചേസ് റിട്ടേൺസ് പറഞ്ഞിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യാം. ഓക്കെ, യെസ്. സോ പർച്ചേസ് റിട്ടേണിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, റിട്ടേൺ ഔട്ട്വേർഡ്. ഓക്കെ, റിട്ടേൺ ഔട്ട്വേർഡ്. Then sales. So next term is what? Sales. Sales are the total revenues from goods sold or services provided to the consumers. Sales may be cash sales or credit sales. അതായത് ഓർഗനൈസേഷനിൽ അവരുടെ ഗുഡ്സോ സർവീസസോ സെയിൽ ചെയ്ത് കിട്ടുന്ന ടോട്ടൽ റെവന്യൂവിനെയാണ് എന്ത് വിളിക്കുന്നത്? സെയിൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെയിൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി ആയിട്ടാണ്, പക്ഷേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വരുന്ന ഇൻകത്തിനെയാണ്, ആ ഇൻകത്തിൻ്റെ ആ ഒരു റെവന്യൂവിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? സെയിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. സെയിൽസ് മേ ബി ക്യാഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. അപ്പോൾ പർച്ചേസസ് പറഞ്ഞ പോലെ തന്നെ ഇമ്മീഡിയറ്റ്ലി ക്യാഷ് റിസീവ് ചെയ്യുന്ന സെയിൽസ് ആണെങ്കിൽ എന്തെഴുതും? ക്യാഷ് സെയിൽസ് എഴുതും അക്കൗണ്ട്, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ. ദെൻ ഇമ്മീഡിയറ്റ്ലി ക്യാഷ് റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതും ക്രെഡിറ്റ് സെയിൽസ് എഴുതും. ഓക്കെ, ദെൻ സെയിൽസ് റിട്ടേൺ. വെൻ സോൾഡ് ഗുഡ്സ് ആർ റിട്ടേൺ ഫ്രം ദ കസ്റ്റമർ ഡ്യൂ ടു എനി റീസൺ ഇസ് നോൺ ആസ് സെയിൽസ് റിട്ടേൺ. അപ്പോൾ പർച്ചേസ് റിട്ടേൺസ് പോലെ തന്നെ സെയിൽസിലും എന്തുണ്ടാവും? റിട്ടേൺസ് ഉണ്ടാവും അല്ലേ? നമ്മുടെ കമ്പനി സെയിൽ ചെയ്ത പ്രൊഡക്റ്റ് അത് ഡിഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്ത കമ്പനി തിരിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്ത് എഴുതും? സെയിൽസ് റിട്ടേൺ എഴുതും. ദാറ്റ് ഈസ് ഗുഡ്സ് വിച്ച് ആർ റിട്ടേൺ ബൈ ദ കസ്റ്റമർ. കസ്റ്റമർ റിട്ടേൺ ചെയ്യുന്ന ഗുഡ്സിനെയാണ് സെല്ലിംഗ് കമ്പനി എഴുതി വെക്കുന്നു, എന്ത് എഴുതി വെക്കും? സെയിൽസ് റിട്ടേൺ എഴുതും. ഓക്കെ, യെസ്.